ഈ തിരുമുറിവിലൂടെയാണ് മനുഷ്യകുലത്തിന് രക്ഷ വെളിപ്പെടുത്തിയത്. ഈ തിരുമുറിവിലൂടെയാണ് മനുഷ്യരുടെ മുറിവുകളെ ഈശോ സുഖപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുറിവുകൾ എങ്ങനെ ഈശോയുടെ തിരുമുറിവാക്കാം? ഈശോയുടെ മുറിവ് എങ്ങനെ തിരുമുറിവായെന്ന് ചോദിച്ചാൽ, ഈശോയെ പീഡിപ്പിച്ചവരോടും ഈശോയെ കുത്തി മുറിവേൽപ്പിച്ചവരും ഈശോയെ തുപ്പിയവരും ഈശോയെ നിന്ദിച്ചവരും ഈശോയെ അവഹേളിച്ചവരുടെ എല്ലാ പാപങ്ങളും ഈശോ ഏറ്റെടുത്തിട്ട് ഈശോയുടെ മുറിവിൽ നിന്നും മുറിവേൽപ്പിച്ചവർക്ക് സൗഖ്യം കൊടുത്ത്. ചേർന്ന് പറ ഹല്ലേലൂയ. എന്താണ് ആന്തരികമായ മുറിവ്? നമുക്ക് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കേണ്ടവരിൽ നിന്നും ലഭിക്കേണ്ട സമയത്ത് ലഭിക്കേണ്ട അളവിൽ ലഭിക്കാതെ പോയതിൻ്റെ വേദനയാണ് ആന്തരികമായ മുറിവ്. എന്നാൽ നമുക്ക് ലഭിക്കാതെ പോയ സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനങ്ങൾ ലഭിക്കേണ്ടാത്ത വ്യക്തികളിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് മുറിവുകൾ. മുറിവുമുണ്ട്, മുറിവുകളുമുണ്ട്. എന്ത് സ്നേഹമാണ്? ആരിൽ നിന്നാണ്, എപ്പോഴാണ് ഈ സ്നേഹം നമുക്ക് ലഭിക്കേണ്ടത്? നിർഭാഗ്യവശാൽ ഈ ദൈവസ്നേഹം നമുക്ക് ലഭിക്കാതെ പോയതാണ് നമ്മുടെ എല്ലാ മുറിവുകളുടെയും വേദനകളുടെയും തകർച്ചകളുടെയും കാരണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഈ ലഭിക്കാതെ പോയ സ്നേഹം മനുഷ്യരിൽ നിന്ന് നമുക്കിനി ലഭിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ സ്നേഹം യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ എന്ന് നമ്മൾ അറിയുകയും ആ യേശുവിൽ നിന്നും നിരന്തരം പ്രാപിക്കുന്ന സ്നേഹത്തിൽ നിന്നും ഉളവാകുന്നതാണ് സൗഖ്യം. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നമ്മൾ സ്നേഹത്തിന് വേണ്ടി കരയുന്നത് മക്കളുടെ സ്നേഹത്തിന് വേണ്ടി ആകരുത്, മരുമക്കളുടെ സ്നേഹത്തിന് വേണ്ടിയോ, നഷ്ടപ്പെട്ടു പോയ ജീവിത പങ്കാളി സ്നേഹിച്ച സ്നേഹങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോഴും കരയുകയോ ചെയ്യുന്നതാകരുതും. കൂടപ്പുറപ്പുകളോ മറ്റുള്ളവരുടെയോ സ്നേഹത്തിനും എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അവരുടെ കയ്യിൽ ഇതേ ഉള്ളൂ തരാൻ. അവർക്ക് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് നമ്മളെ ചേർത്ത് പിടിക്കാനോ സ്നേഹിക്കാനോ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിലേക്കായിരിക്കണം.